ധ്യാൻ ചേട്ടൻ എന്താ പറഞ്ഞ? ആക്ച്വലി ധ്യാൻ പറയുന്നത് ഞാൻ ഇപ്പൊ കേൾക്കാറില്ല. എന്താ ധ്യാൻ ആൺകുട്ടിയല്ല, ഞാൻ പെൺകുട്ടിയോട് പറയുന്നത് മാത്രമേ കേൾക്കാറുള്ളൂ. ആ, സിനിമ പൊട്ടിയാൽ പിന്നെ അദ്ദേഹത്തെ തേടി ആളുകൾ വരുന്നുണ്ടെന്നല്ല, അല്ലെങ്കിൽ മറ്റുള്ള ആക്ടേഴ്സിനെ അതിപ്പോ ഇലക്ഷന് പൊട്ടുന്നവർ വീണ്ടും മത്സരിക്കുന്നില്ലേ? അതുണ്ട്. പക്ഷെ ഒരു സൂപ്പർ താരങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ആക്ച്വലി ഒരു സിനിമ പൊട്ടുക വിജയിക്കുക എന്നുള്ളത് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അതിന് വേണ്ട മുടക്കിയ മുതലെങ്കിലും തിരിച്ചു കിട്ടുന്നില്ല. മുടക്കിയ മുതൽ തിരിച്ചു കിട്ടുന്നില്ലെങ്കിലും ഒരു സിനിമ ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ 60-70 പേർക്ക് സ്ഥിരം ജോലിയാണ്, 10-40 ദിവസം. അപ്പൊ അതൊരു വിജയമാണോ സിനിമയുടെ? പിന്നെ എല്ലാ ദിവസവും പൊട്ടാതെ തന്നെ കിട്ടണം എന്നെന്താ വാശി പിടിക്കണം? പൊട്ടിയാലും പുൽസൈ കഴിച്ചൂടെ? അപ്പൊ ആ പൊട്ടിയ പുൽസൈ എടുത്ത് കഴിച്ചോളൂ. ഈ സാധനം മെറ്റീരിയൽസ് വെച്ചിട്ടാണല്ലോ. ഒരു മോശം സിനിമ ഉണ്ടാവാതെ ഇവിടെ നല്ല അല്ലെങ്കിൽ റിവ്യൂ ഇടുന്ന മച്ചന്മാരുണ്ടാവില്ലല്ലോ. പടം എല്ലാം ഹിറ്റാണെങ്കിൽ ഇവർക്ക് ഹിറ്റാവാൻ പറ്റില്ല. ഒരു മോശം പടം അവർക്ക് ഹിറ്റാവാനെങ്കിലും ഉപകരിക്കുന്നുണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് കുറ്റം പറയാനാണെങ്കിലും ഞങ്ങളുണ്ടല്ലോ. ബാക്കി പറയണ പോലെ തല്ലി കുടിക്കുന്ന കഞ്ഞി ഒരാൾ മാത്രമല്ലല്ലോ മച്ചാനെ കുടിക്കുന്നത് കുറ്റം പറഞ്ഞിട്ട്. അതിനായിട്ടെങ്കിലും അത് ഉപകരിക്കപ്പെടുന്നുണ്ടല്ലോ. പിന്നെ അതിന്റെ മെറ്റീരിയൽ തന്നെയല്ലേ പിന്നെ അങ്ങോട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് അല്ലേ? അതെ 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 പറഞ്ഞു വരുന്നത് പൊട്ടിയ പുൽസായി എങ്ങനെ കുട്ടികളെ കൊണ്ട് തീറ്റിപ്പിക്കാന്നുള്ളതല്ലേ? അല്ല, പൊട്ടിയ പപ്പടം എങ്ങനെ കഴിപ്പിക്കാന്നുള്ളതല്ലേ? പപ്പടം ബിരിയാണി നമുക്ക് പിന്നെ പിടിക്കാം. അതായത് ചോദ്യം ഇതാണ്, ധ്യാൻ ചേട്ടന് പറഞ്ഞത്. അതായത് ഒരു പടം പൊട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു പടം വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തെ തേടി കൂടുതൽ പടങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള നായകന്മാരല്ലെ മറ്റുള്ള ആക്ടേഴ്സിനെ മാർക്കറ്റുള്ള ഒരു ആക്ടറിന്റെ അടുത്ത് സമീപിക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആ റവന്യൂ മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ പുതിയ ആളുകൾ വരുമ്പോൾ അവരെയും ഇതേപോലെ മുന്നോട്ട് കൊണ്ടുവരാൻ ഒരു പ്രയോജനം ആദ്യം കാണിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞപ്പോ കംപ്ലീറ്റ് ചെയ്യാൻ ചോദ്യം കിട്ടും. അതായത് പുതിയ ആൾക്കാർ വരുമ്പോൾ പ്രചോദനം ഉണ്ടെങ്കിലും പിന്നീട് അവരാരും ഫ്രണ്ടിലോട്ട് കാണാറില്ല. സിനിമയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പൊ നിലനിൽക്കുന്നവർ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, എന്നാൽ വരുന്നവർ കുറെ പേരാണ്, നിലനിൽക്കുന്നവർ വളരെ കുറച്ച് പേര് മാത്രമാണ്. എത്ര ഗാന്ധിജിമാരുണ്ട് ലോകത്ത്? ഒരു ഗാന്ധിജിയേ ഉള്ളൂ. എത്ര ചാപ്ലിൻ? ഒരു ചാപ്ലിൻ. എത്ര മൈക്കിൾ ജാക്സൺ? ഒരു മൈക്കിൾ ജാക്സൺ. എത്ര പേരുണ്ട്? മനസ്സിലായ? അത് മതി എന്ന് പറയണ, ഇനി വേണ്ട ഭാഗത്തേക്ക്. ഇതൊക്കെ വീണ്ടും വരും, മൈക്കിൾ ജാക്സണൊക്കെ വീണ്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മളറിയുന്ന ആൾക്കാര് ഓരോരുത്തരുടെ ലൈഫ് ഓരോ രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്യുന്ന പോലെയാണ് അല്ലേ? അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ വെട്ടിക്കൊല്ലാൻ പറ്റുമോ? അവരവരുടെ ജീവിതം അതാത് രീതിയിൽ ആഘോഷിക്കുകയും അല്ലെങ്കിൽ അനുഭവിച്ചും സന്തോഷിച്ചും ഇങ്ങനെ പോകുന്നുണ്ട് മച്ചാനെ. അറിയുന്ന എല്ലാവരെയും നമ്മൾ എല്ലാ ദിവസവും കൊണ്ടു നടക്കുമോ? ഇല്ലല്ലോ. ഏത് പാർട്ട്ണറിനെ പോലും നമ്മൾ കൂടെ കൊണ്ടു നടക്കുമെന്ന് ഉറപ്പുണ്ടോ? പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരുമിച്ചല്ലല്ലോ ഈ ഷിപ്പിൽ കയറി വന്നത്. അപ്പോൾ ഒരുമിച്ചും അല്ല തിരിച്ചു പോകേണ്ടതും അല്ലേ? ഓരോരുത്തർക്കും ഓരോ ദിവസമല്ലേ? അതുകൊണ്ടല്ലേ ക്രിസ്മസ് വേറെ, റംസാൻ വേറെ അല്ലേ? അല്ലെങ്കിൽ എല്ലാതും കൂടി ഒരു ഒറ്റ ദിവസമാക്കിയാൽ മതിയായിരുന്നില്ലേ? നമുക്കെല്ലാം ബർത്ത്ഡേ ഡേറ്റ് വേറെ ഡേറ്റ്സ് അല്ലേ? എന്താ മനസ്സിലായ? ഓ